ഇനി ഒരു നല്ല കഥ കാണാം. ഒരു കാട്ടിൽ മന്ദാരൻ എന്നു പേരുള്ള ഒരു മാനുണ്ടായിരുന്നു. അവന് തൊട്ടടുത്ത കാട്ടിൽ ശിങ്കനെന്നും കൊങ്കനെന്നും പേരുള്ള 2 കരടികൾ കൂട്ടുകാരായി ഉണ്ടായിരുന്നു. നാളുകൾ കൂടുമ്പോൾ മന്ദാരൻ കൂട്ടുകാരെ കാണാനായി ആ കാട്ടിൽ പോകാറുണ്ട്. ഓരോരുത്തരോടുമൊപ്പം കുറച്ചു സമയം ചെലവിട്ട ശേഷം അവൻ തന്റെ കാട്ടിലേക്ക് തിരികെ പോരും. അങ്ങനെയിരിക്കെ ഒരു ദിവസം മന്ദാരൻ പതിവ് പോലെ സുഹൃത്തുക്കളെ കാണുവാനായി അടുത്ത കാട്ടിലേക്ക് പുറപ്പെട്ടു. യാത്രാമധ്യേ തന്റെ പരിചയത്തിലുള്ള പൊന്നു എന്ന കിളിയെ മന്ദാരൻ കണ്ടുമുട്ടി. തന്റെ യാത്രയെക്കുറിച്ച് മന്ദാരൻ പൊന്നുവിനെ അറിയിച്ചപ്പോൾ പൊന്നു പറഞ്ഞു, ഞാനും പോരാം, നിനക്കൊരു കൂട്ടാകുമല്ലോ. മാത്രമല്ല നിന്റെ കൂട്ടുകാരെ എനിക്ക് പരിചയപ്പെടുകയും ചെയ്യാം. എന്താ? അതിനെന്താ, നീയും പോന്നോളൂ. അവർ അടുത്ത കാട്ടിലെത്തി. ആദ്യം ശിങ്കൻ കരടിയുടെ ഗുഹാമുഖത്താണ് 2 പേരും എത്തിച്ചേർന്നത്. ശിങ്കൻ ആഹ്ലാദപൂർവം അവരെ സ്വീകരിച്ചു. വരൂ വരൂ, ആരൊക്കെയായി വന്നിരിക്കുന്നേ? തുടർന്ന് ധാരാളം ആഹാര സാധനങ്ങൾ നിരത്തി ഇരുവരോടും ഭക്ഷിക്കാൻ നിർബന്ധിച്ചു. വലിയ കേമമായി തന്നെ ശിങ്കൻ അവരെ സൽക്കരിച്ചു. ഇതും കൂടി കഴിക്കുമെന്താരാ? കൊള്ളാലോ, ഇത് നല്ല മധുരമുണ്ട്. ഇത് എവിടുന്ന് കിട്ടി? എന്തായാലും ഇന്ന് കുശാലായി. നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകം കൊണ്ടുവന്നതല്ലേ. കഴിക്കേ. തുടർന്ന് ഇരുവരും കൊങ്കന്റെ താമസ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. മന്ദാരനെ കണ്ട് കൊങ്കൻ ഓടിച്ചെല്ലുകയോ സ്വീകരിച്ച് ഭക്ഷണ സാധനങ്ങൾ നിരത്തി സൽക്കരിക്കുകയോ ഒന്നും ചെയ്തില്ല. ഉറക്കച്ചടവോടെ ഇരുന്നിടത്ത് തന്നെ തുടർന്നുകൊണ്ട് കൊങ്കൻ പറഞ്ഞു, മന്ദാര, നീ വരുന്ന കാര്യം ഞാൻ ഓർത്തില്ല. മാത്രമല്ല 2-3 ദിവസമായി അടുത്തൊരു മുയൽക്കുട്ടിക്ക് സുഖമില്ലാതിരുന്നതിനാൽ അവനെ ചികിത്സിക്കാനും മറ്റുമായി നടക്കുകയായിരുന്നു ഞാൻ. വല്ലാത്ത ക്ഷീണം. നീ ഇരിക്കെ. ഭക്ഷണം വല്ലതും വേണമെങ്കിൽ നമുക്ക് കാട്ടിലൊക്കെ ഒന്ന് അന്വേഷിക്കാം. എന്താ? ഏയ്, ഒന്നും വേണ്ട. ശിങ്കന്റെ പക്കൽ നിന്നും ഞാൻ ഭക്ഷണം കഴിച്ചു. ഇനി എനിക്കൊന്നും വേണ്ട. എങ്കിൽ നീ അടുത്ത തവണ വരുമ്പോൾ വിശേഷങ്ങളൊക്കെ പറയാം. ഞാനൊന്ന് മയങ്ങട്ടെ, നല്ല ക്ഷീണമുണ്ട്. എങ്കിൽ ഞാൻ പോകട്ടെ, അടുത്ത വരവിന് കാണാം. മന്ദാരനും പൊന്നുവും തിരിച്ച് യാത്രയായി. മാർഗമധ്യേ പൊന്നു മന്ദാരനോട് ചോദിച്ചു, ഈ കൂട്ടുകാരിൽ നിനക്ക് ആരെയാ കൂടുതൽ ഇഷ്ടം? ഓ, ഞാൻ അങ്ങനെയൊന്നും ആലോചിക്കാറില്ല. പക്ഷേ അവരിൽ ശിങ്കനാ നിന്നോട് കൂടുതൽ സ്നേഹം. അതിന് തർക്കമില്ല. മാത്രമല്ല കൊങ്കന് നിന്നോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അവരുടെ 2 പേരുടെയും പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് അങ്ങനെയാ തോന്നിയത്. പക്ഷേ അത് ശരിയല്ല. അതെന്താ? സ്വീകരണം കൊണ്ടും മധുരമുള്ള വാക്കുകൾ കൊണ്ടും മാത്രം ഒരാളുടെ ആത്മാർത്ഥത അളക്കാനാവില്ല. വേണമെങ്കിൽ അക്കാര്യം ഒന്ന് പരീക്ഷിച്ച് ബോധ്യപ്പെടുത്തി തരാം. കൂട്ടുകാരുടെ സ്നേഹത്തെ പരീക്ഷിച്ച് നോക്കുന്നത് ശരിയല്ല. എന്നാലും നമുക്ക് നോക്കാം. മന്ദാരൻ ഒരാശയം പറഞ്ഞു. അതിൻ പ്രകാരം പൊന്നു പറന്ന് ശിങ്കന്റെ താമസ സ്ഥലത്തിനടുത്തെത്തി കരച്ചിലോടെ പറഞ്ഞു, ശിങ്ക, മന്ദാരൻ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഒരു സിംഹം അവനെ പിടികൂടി. എങ്ങനെയെങ്കിലും മന്ദാരനെ രക്ഷിക്കണം. ഒന്ന് വരുമോ? ഈശ്വര, എന്താ വേണ്ടത്? ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ ശേരിക്കടവെ കണ്ടാൽ ഒന്ന് പറഞ്ഞു നോക്കാമായിരുന്നു. അല്ലെങ്കിൽ മറ്റാരെയാണ് കിട്ടുക? പൊന്നുകിളി, നീ അങ്ങോട്ടേക്ക് ചെല്ല്. എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. പൊന്നുക്കിളി വേഗം അവിടെ നിന്നും പറന്ന് കൊങ്കന്റെ സമീപമെത്തി. കൊങ്കൻ ഉറക്കത്തിലായിരുന്നു. പൊന്നു കൊങ്കനെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു. രോഷത്തോടെ ചാടി എണീറ്റ് കൊങ്കൻ പറഞ്ഞു, എവിടെ? ഞാനിത് ഇറങ്ങിക്കഴിഞ്ഞു. ഏത് വലിയ സിംഹത്താനായാലും മന്ദാരനെ തൊട്ടാൽ ഞാൻ അവനെ വിടില്ല.
എന്റെ ജീവൻ പോയാലും ശരി. വാ, എവിടെ? അപ്പോഴേക്കും മന്ദാരൻ അവിടേക്ക് ഓടിയെത്തി. മന്ദാരൻ പറഞ്ഞു, ഏയ്, പേടിക്കാനില്ല. ഞാൻ രക്ഷപ്പെട്ടു. ആ സിംഹത്താൻ എന്നെ പിടിക്കാൻ വന്നെങ്കിലും ഞാൻ ഓടി രക്ഷപ്പെട്ടു. വാ, നിന്നെ ഈ കാട് കടത്തി വിട്ടിട്ട് ഇനി ഞാൻ തിരിച്ചോളൂ. അടുത്ത കാട് വരെ ഞാനും കൂടി വരാം. കൊങ്കൻ നിർബന്ധപൂർവം മന്ദാരന്റെ ഒപ്പം നടന്നു. കാട് കടത്തി മറുകാട്ടിലെത്തിച്ചിട്ടേ കൊങ്കൻ തിരികെ പോയുള്ളൂ. കൊങ്കൻ പോയി കഴിഞ്ഞപ്പോൾ മന്ദാരൻ പൊന്നുവിനോട് ചോദിച്ചു, പൊന്നു, ഇനി പറയൂ, ആർക്കാ എന്നോട് സ്നേഹക്കൂടുതൽ? സംശയം വേണ്ട, കൊങ്കന് തന്നെ. ആപത്ത സമയത്ത് ആലോചിച്ചു നിൽക്കാതെ എല്ലാം മറന്ന് സഹായിക്കാൻ എത്തുന്നവനാ യഥാർത്ഥ സ്നേഹിതൻ. കഥ കേട്ടല്ലോ. ആപത്ഘട്ടങ്ങളിൽ സംശയിച്ചും മടിച്ചും നിൽക്കാതെ കൂട്ടുകാരെ സഹായിക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതർ. ഇത്തരം സന്ദർഭങ്ങളിൽ മടിച്ചു മാറി നിൽക്കുന്നവരുടെ മധുര സംസാരത്തിനോ സൽക്കാരങ്ങൾക്കോ വലിയ വില കൽപ്പിക്കേണ്ടതില്ല എന്നും മനസ്സിൽ ഓർത്തുവെക്കേണ്ട പാഠമാണിത്.